മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ ദിവസം സുഭാഷിതം 16:7, The book of Proverbs chapter 16 verse 7, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. ക്രൈസ്തവന് ശത്രുക്കൾ ഉണ്ടാകരുത്, ഉണ്ടായാൽ അവരെ ദൈവം ശിക്ഷിച്ച് നശിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് സാധിക്കുന്നില്ല. അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും, ശത്രുക്കൾ നശിക്കുകയുമില്ല. കാലാന്തരത്തിൽ പല ശത്രുക്കളും മിത്രങ്ങളായി രൂപാന്തരപ്പെടുമെന്ന് ഈ വാക്യം പറയുന്നു. ദൈവഹിതത്തിന് ചേർന്ന രീതിയിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല. അധർമ്മത്തിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് ക്രൈസ്തവന് ശത്രുക്കൾ ഉണ്ടാകും. അനീതിക്കരായി ഉറച്ച നിലപാട് സ്വീകരിക്കും. അപ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും. പരമാർത്ഥികളെ കപടഭക്തർ ഇഷ്ടപ്പെടില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചകനെ ലോകത്തിലെ മനുഷ്യർ ഉപദ്രവിക്കും. എന്നാൽ അവരുടെ ഉള്ളിൽ സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവരോട് ബഹുമാനമുണ്ടായിരിക്കും. കാലാന്തരത്തിൽ ഈ ശത്രുക്കൾ മിത്രങ്ങളായി തീരും. ഗ്രീൻലാൻഡിൽ സുവിശേഷ വേല ചെയ്ത ഒരു മിഷണറിയെ ചിലർ തുടരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം മുറിയിലിരുന്ന് യോഹന്നാന്റെ സുവിശേഷം ഉച്ചത്തിൽ വായിക്കുകയായിരുന്നു. ഒളിഞ്ഞ് അവിടെ എത്തിയ ഒരു വിരോധിക്ക് തന്റെ തെറ്റിനെപ്പറ്റി ബോധ്യമായി. അയാൾ തന്റെ തെറ്റിനെപ്പറ്റി പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ചു. അതേ തുടർന്ന് മറ്റു ശത്രുക്കളും മിത്രങ്ങളായി തീർന്നു. നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം വെറുക്കരുത്. കാലാന്തരത്തിൽ അവർ നമ്മുടെ മിത്രങ്ങളായി തീരേണ്ടവരാണ്. ജോസഫിനെ ഉപദ്രവിച്ച സഹോദരന്മാരെ ഉടനെ ദൈവം ശിക്ഷിച്ചില്ല. പിന്നീട് അവർ ജോസഫിന്റെ സഹായം യാചിക്കുവാൻ വന്നു. സ്റ്റീഫനെ കല്ലെറിയുവാൻ സഹായിച്ച സൗളിനെ ദൈവം ശിക്ഷിച്ചില്ല. പിന്നീട് സൗൾ പ്രേക്ഷിതനായി തീർന്നു. ക്രൈസ്തവന് നിത്യശത്രുക്കളില്ല. ഭാവിയിൽ അവരെല്ലാം മിത്രങ്ങളാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.